ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷാഡോ ബൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് FF ആയിട്ടാണ്. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളൊരു കിടിലം CS മാച്ചാണ് കളിക്കാൻ പോകുന്നത്. ഇതാണ് പിന്നെ എൻ്റെ ഗിൽഡിൽ ഞാനും ഒരു ലീഡറാണ്. ഞങ്ങളുടെ ഗിൽഡിൻ്റെ പേര് മിസ്റ്റർ ബൂം എന്നാണ്. അപ്പം ജോയിൻ ചെയ്യാനുള്ളവർ താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് വന്ന് ഇതെല്ലാം കൊടുത്ത് കയറുക. റിക്വസ്റ്റ് തന്നാൽ മതി, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലെവൽ വേണം അത്യാവശ്യം, ഒരു 20-25 ലെവൽ മേളിൽ വേണം. അങ്ങനെയുള്ളവരെ കയറ്റു. BRലും CS ഒക്കെ അത്യാവശ്യം റാങ്ക് വേണം. ഗോൾഡ് തൊട്ട് എടുക്കുന്നതായിരിക്കും. നമ്മൾ CS സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലുന്നു. നമ്മൾ എടുക്കുന്ന ഗണ്ണ് GT ആണ്. ഈ കളി അപ്പോൾ നമ്മൾ നേരെ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം അറിയാതെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇത് ഓഫാക്കി പോയി. അതുകൊണ്ടാണ് ഞാനിപ്പം വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ ടെസ്റ്റ് ചെയ്യുന്നത്. അതാ ഒരു എനിമി അടിച്ചിട്ട് ചാവുന്നില്ലെന്നൊക്കെ. അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ ഒരുത്തൻ അടി. ഇവനെന്താ ചാവാത്തേ? ഇവൻ ആരിവ? ഇതെത്ര പേരിത്? ഇവൻ ടീമേറ്റ്സ് ഒന്നും ഒരു സപ്പോർട്ടില്ല. അതുകൊണ്ട് ഒരുത്തനാണെങ്കിൽ അവിടെ മാറിയിരിക്കുന്നത്. ഇവന്മാരൊക്കെ വെളിയിൽ വന്നിട്ടൊന്ന് അടിക്കാൻ വയ്യ. ഇവന്മാർക്ക് ടീമേറ്റൊന്നും ഒരു സപ്പോർട്ടില്ല. കണ്ടോ, അവൻ എന്തൊരു ഫുൾ ഡാമായിരുന്നു അവന്. ഇവള് നോക്കായി. ഇനി ഒരുത്തനോട് ഇവൻ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അത്രയും നേരം. ഇനി എന്തോ ഏസ് എടുക്കാനാണോ? ഇപ്പോൾ എടുക്കും ഏസ്, നോക്കിയിരിക്കും. ഞാൻ ഇച്ചിരിയേ ഡാമേജ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എന്ത് ചെയ്യാൻ. അപ്പം നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇതാ വന്നിരിക്കുന്നു. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഗണ്ണ് A94 ആണ്. അതിന് അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതാ പിടിച്ചോ ഇമോട്ട്. സ്റ്റാർട്ടാകാൻ കുറച്ച് സമയമില്ലേ, അതുകൊണ്ടാണ്. അപ്പം ഈ സമയം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടോളൂ, ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കിടിലം പോലത്തെ റേസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നോക്ക്. ഇനി നിങ്ങൾ കണ്ടോളൂ. Essa tá quente, a parada mais pra frente. Vem, não tá segura. Essa tá quente, a parada mais pra frente. Vem, não tá segura, mas tá. Essa tá quente, a parada mais pra frente. Vem, não tá segura. Essa tá quente, a parada mais pra frente. Vem, essa tá quente, a parada mais pra frente. Vem, não tá segura. Essa tá quente, a parada mais pra frente. Vem, não tá segura, mas tá. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കിടുക്കം പോലത്തെ ഒരു എയ്സ് ആയിരുന്നു അത്. കൂട്ടത്തിൽ എനിക്ക് 2ാം നമ്പർ ആയിരുന്നു തോന്നുന്നു. റിവൈവ് ആക്കാൻ പറ്റിയില്ല എനിക്ക്, കാരണം എനിക്ക് തീരെ ഹെൽത്തില്ലായിരുന്നു. കൂട്ടത്തിൽ അവൻ ആ റിവൈവ് ആക്കുന്ന സമയത്ത് തന്നെ ഒന്ന് അടിക്കാൻ കൊണ്ടാണ് ഞാൻ റിവൈവ് ആക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. കിടിലം പോലത്തെ എയ്സ് എടുത്ത് 4 കില്ല് അടിച്ച് 1000 ഡാമേജ് എടുത്ത് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകാനാണ് നോക്കുന്നത്. എന്നിട്ട് വള്ളി ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ വള്ളിയുള്ളവന്മാരെയൊക്കെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. എവിടെയാണ് കൃത്യ ലൊക്കേഷൻ. ഇതുകൊണ്ടേ ഒരുത്തൻ ഇതിൻ്റെ മണ്ടയ്ക്കാണോ? അല്ലല്ല, ഒരുത്തൻ ആ ഒരു ഓറഞ്ചിൻ്റെയും ഒരുത്തൻ അതിൻ്റെയും. ഈ ഇടത്തെ സൈഡിൽ കൂടെ പോകുന്നതായിരിക്കും സേഫ്. അവന് ഫുൾ ഡാമാ. അവൻ ഇത്ര അടി അടിച്ചിട്ട് ഈ ചാവാത്ത ഇവന്മാരൊക്കെ എന്ത് ഹെൽത്ത് ഹാക്കാണ്. ഞാൻ നേരത്തെ ഒരു കളി കളിച്ചു ഗൈസ് ഇതിനു മുമ്പ്. അത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. SVD വെച്ച് സോളാർ മാപ്പിലായിരുന്നു.
SVD വെച്ച് ടപ്പേ ടപ്പേ ടപ്പേന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ കില്ലെടുക്കുന്നത്. ഹെഡ് ഷോട്ട്. ഹാക്കറാണെന്നാണ് തോന്നുന്നത്. ഹാക്കറായിരിക്കും. നമ്മൾ മണ്ടയ്ക്കുള്ളവനെ അടിക്കാൻ പോവാണ്. ഓൾറെഡി മണ്ടയ്ക്കുള്ളവനെ ഫിനിഷാക്കി. താഴെ തെരുമയുണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ, ഞാൻ പ്രതീക്ഷിച്ചില്ല താഴെ തെരുമയുണ്ട്. നമ്മളെ അടിക്കാൻ വേണ്ടി നമ്മളെ അടിക്കാതിരിക്കാൻ വേണ്ടി ഓസ്കാർ ഇട്ട് പോയി അവനെ കൂടെ തീർത്ത് ഈ കളി വിക്ടറി അടുപ്പിച്ചിട്ടുണ്ട്. ഈ കളി ഒറ്റയ്ക്കല്ലേ കിട്ടിയുള്ളൂ. അത് സാരമില്ല, ഒറ്റയ്ക്കല്ലേ കിട്ടിയുള്ളൂ. ഒറ്റയ്ക്കല്ലേ കിട്ടിയുള്ളൂ. 1046. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ടോപ്പ് പ്ലെയർ അല്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചലഞ്ച് കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്യുന്നതായിരിക്കും. ഒള്ളി ഗ്രീൻ ചലഞ്ച്, ഒള്ളി വൈറ്റ് ചലഞ്ച് അതൊന്നും പറയരുത്. എൻ്റെ കയ്യിൽ ഇല്ല, മനസ്സിലാക്കുക. എനിക്ക് ഒരാളുടെ ID തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ എടുക്കും. പക്ഷേ ഇതൊരിക്കലും ഞാൻ കളിയിൽ ഇതിനകത്തായിരിക്കും വീഡിയോ മിക്കപ്പോഴും ഇടുന്നത്. അപ്പോൾ ഈ കളിയിൽ നമ്മൾ AUGയും MP5 ആണ് എടുത്തിരിക്കുന്നത്. അപ്പം സ്റ്റക്കായിപ്പോയി. നമ്മൾ അപ്പം ഒരുത്തൻ ബുഷായിട്ട് വരുന്നത് വോങ്കോങ്ങിൻ്റെ ക്യാരക്ടർ ഇട്ട് കുറച്ച് കൃത്യമായിട്ടില്ല. അവനിപ്പം നോക്കാക്കിയിടും. ഇനി ഒരുത്തനും കൂടെ മറ്റേ അവൻ്റെ വള്ളി ക്യാരക്ടർ ഉണ്ടല്ലോ അപ്പുറത്ത് ഒരുത്തനും കൂടെ. അപ്പോൾ അവനെ നമ്മൾ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനവിടെ കാണും, എന്തായാലും കാണും. ഓൾറെഡി 2 പേര് നോക്കായി. ഉണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ. പക്ഷെ അത് അവനല്ലെന്ന് തോന്നുന്നു. ഓസ്കാർ ഇട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് കില്ലൂമി. അവൻ തന്നെ സോണി പോയി സോണി പെട്ട് ചത്തത്. അപ്പുറത്തൊരു തന്നെ AFK ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഈ കളി നമ്മളെടുത്തിട്ടുണ്ട്. ഈ കളി ഇച്ചിരി ശോകം പിടിച്ച കളിയാണ്. കാരണം ഞാൻ ഇത്രയും കളി ഇങ്ങനെ തുരുതുരാതെ ചാവാതെ എടുത്തുകൊണ്ട് തന്നെ ഈ കളിയിൽ ഫൈനലും ഇച്ചിരി ഓവർ കോൺഫിഡൻസോടെ കയറിപ്പോയി. അപ്പം ഈ കളി ഞാൻ ചെറുതായിട്ടൊന്ന് ആദ്യമേ വീഴുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി എനിക്ക്. അപ്പോൾ നമ്മൾ നേരെ റഷ് അടിക്കുകയാണ് ഇതിൽ ചെയ്തത്. വെയിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇതിൽ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതാണ് എവിടെയെങ്കിലും. ഇപ്പോഴും 5 കില്ല് തന്നെയാണ്. കഴിഞ്ഞ കളിയിലെ കില്ല് കുമ്മിയോണ്ട് തന്നെ ഇത് അതുകൊണ്ട് നമ്മൾ നേരെ കാണുന്ന വീട്ടിൽ എനിമിണ്ട്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇപ്പുറത്തോട്ട് ചാടി. എന്നിട്ട് ഇവിടെ വന്ന് നിന്ന് ആ വീട്ടിലുണ്ട്, ആ ഒരു L-shape വീട്ടിൽ എനിമിയുണ്ട്. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്കിവിടെ അനക്കം കേട്ടത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ചാടി വന്ന് ഗ്ലൂ വാൾ ഇടാൻ പറ്റിയില്ല എനിക്ക്. ഇവൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അവനാ മനസ്സിലായി ഞാൻ ചാടുമെന്ന്. നമ്മുടെ ടീമേറ്റ് ഒന്നൊന്നോട്ടായിട്ട് വീഴുകൊണ്ടിരിക്കുകയാണ്. ഇവളിവിടെ ക്യാമറയായിട്ട് നിന്ന് സപ്പോർട്ട്. ഇവൾക്ക് താഴെ ഇറങ്ങി സുഖമായിട്ട് കളിയെടുക്കാം. താഴെ ചാടത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് വന്നതാണ്. സുഖമായിട്ട് എനിമിക്ക് ഇവിടെ കൂടെ ചാടാം. എനിമിക്ക് ജെമിനിന്നൊക്കെ അല്ല ഗമിനിന്നൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ ആ ചലഞ്ച് ഇടുക. മറ്റേ എന്തുവാ ബണ്ടിൽ, ഇന്ന ബണ്ടിലിട്, അല്ലെങ്കിൽ ഇത് സ്പിൻ അതൊന്നും ഇടരുത്. ഓക്കെ. കൂട്ടത്തിൽ ഞാൻ ഇൻസ്പയർ ആകുന്നത് സ്പെക്ടർ ഇല്ലേ നമ്മുടെ. അപ്പം ആ ചേട്ടനെ കണ്ടാണ് നമ്മൾ ഇൻസ്പയർ ആവുന്നത്. ആ ചേട്ടനെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ FF കളിച്ച് ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഇവർക്ക് റിവൈവ് ആകാൻ പറ്റൂല. എനിമി അപ്പോഴത്തേക്ക് വന്ന് അടിക്കും, കണ്ടോളാം. ചത്ത് കളിയെടുത്ത് ഞാൻ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെ ഒരു മിനിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാറായിരിക്കുന്നു. നമ്മുടെ hope you guys welcome back to bye.